അതിമനോഹരമായ എന്നാൽ വളരെ റയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസേജിനെ കുറിച്ച് ഇന്ന് പഠിച്ചാലോ? ലെറ്റ്സ് ഗോ. ആ യൂസേജ് മറ്റൊന്നുമല്ല, എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല, എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല, ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല, ആരെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ അങ്ങോട്ട് പോവാതിരിക്കാൻ കഴിയില്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ എന്നർത്ഥം വരുന്ന അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല, പോവാതിരിക്കാൻ കഴിയില്ല, ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒരുപക്ഷെ വേണമെങ്കിൽ എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല എന്ന് അർത്ഥം വരുന്ന മറ്റൊരു സെൻറ്റൻസ്, ഐ മസ്റ്റ് ഗോ ദർ, എനിക്ക് എന്തായാലും അവിടെ പോയേ പറ്റൂ എന്നൊരു പക്ഷെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞേക്കാം. പക്ഷെ പോവാതിരിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെയാണ് പറയാം? ഞാനും അതിനെക്കുറിച്ച് ഈ അടുത്താണ് പരിചയപ്പെട്ടത്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഗോ. ആ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരൊറ്റ വാക്യമാണ് തരുന്നത്. കനോട്ട് ഹെൽപ്പ് എന്നുള്ളതാണ്. ഈ കനോട്ട് ഹെൽപ്പ് എന്നതിൻ്റെ ശേഷം നാം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ING കൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസ് ലഭിക്കും. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അവൻ്റെ വീട്ടിലെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചു. എനിക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ കഴിയില്ല. എങ്ങനെ പറയാം? ഐ കനോട്ട് ഹെൽപ്പ് ഗോയിങ് ടു ഹിസ് ഫങ്ഷൻ. അവൻ്റെ പരിപാടിക്ക് പോവാതിരിക്കാൻ എനിക്ക് കഴിയില്ല. മറ്റൊരുത്തൻ എന്നെ ഇങ്ങനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനെതിരെ എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയും, എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. എങ്ങനെ പറയാം? ഐ കനോട്ട് ഹെൽപ്പ് കംപ്ലൈനിങ് എഗെയിൻസ്റ്റ് ഹിം. അവനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മോൻ എന്നോട് ഒരു ടോയ് വാങ്ങണമെന്ന് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, എനിക്ക് ആ ടോയ് വാങ്ങാതിരിക്കാൻ കഴിയില്ല. എങ്ങനെ പറയാം? ഐ കനോട്ട് ഹെൽപ്പ് ബൈയിങ് ദ ടോയ്. എനിക്ക് ആ ടോയ് വാങ്ങാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എങ്ങനെ പറയാം? ഐ കനോട്ട് ഹെൽപ്പ് വാച്ചിങ് യുവർ വീഡിയോസ്. നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കനോട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ഓരോ വെർബുകളുടെയും കൂടെ ING കൂട്ടുന്നതോടുകൂടെ നമുക്ക് ഈ സെൻറ്റൻസ് ലഭിക്കും. ചിലപ്പോൾ നാം കരുതിയേക്കാം, ഈ കനോട്ട് ഹെൽപ്പിന് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ടോ? ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ്. ഇനി മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല, പോവാതിരിക്കാൻ കഴിയില്ല, വാങ്ങാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല, പോവാതിരിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാം? ഈ കനോട്ട് ഹെൽപ്പ് എന്നതിനെ ചെറിയൊരു ചേഞ്ച് ചെയ്ത് കുഡ് നോട്ട് ഹെൽപ്പ് എന്നാക്കി മാറ്റുകയാണെങ്കിൽ സെൻറ്റൻസ് നമുക്ക് ലഭിക്കും. എൻ്റെ ഫ്രണ്ട് എന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു, എനിക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഗോയിങ് ടു ഹിസ് ഫങ്ഷൻ. അവൻ്റെ പരിപാടിക്ക്, അവൻ്റെ പ്രോഗ്രാമിന് എനിക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് ഹെൽപ്പ് ഗോയിങ്, റൈറ്റ്? മറ്റൊരുത്തൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. എങ്ങനെ പറയാം? ഐ കുഡ് നോട്ട് ഹെൽപ്പ് കംപ്ലൈനിങ് എഗെയിൻസ്റ്റ് ഹിം. അവനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ മോൻ എന്നോട് ടോയ് വാങ്ങാൻ ആവശ്യപ്പെട്ടു. എനിക്ക് വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് ഹെൽപ്പ്. വാങ്ങാന്നുള്ളതിന് എന്താ പറയുക? ബൈ. അതിനുശേഷം ING കൂട്ടിയാൽ മതി. എങ്ങനെ പറയാം? ഐ കുഡ് നോട്ട് ഹെൽപ്പ് ബൈയിങ് ദ ടോയ്. ആ ടോയ് വാങ്ങാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്ങനെ പറയാം? ഐ കുഡ് നോട്ട് ഹെൽപ്പ് വാച്ചിങ് യുവർ വീഡിയോസ്. നിങ്ങളുടെ വീഡിയോകൾ വാച്ച് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കനോട്ട് ഹെൽപ്പ് ആൻഡ് കുഡ് നോട്ട് ഹെൽപ്പ് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നാം ചർച്ച ചെയ്തത്. നിങ്ങളും ഇതുപോലെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുക. That's it for today's video. I can't wait to see you in the next video. Bye.